ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാലാണ് അവൻ യഥാർത്ഥ മനുഷ്യനായി മാറുക. കുരുന്നു ഹൃദയങ്ങളിലേക്ക് ഖുർആനിക വചനങ്ങൾ പെട്ടെന്ന് സന്നിവേശിപ്പിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും. എന്നാൽ അതിന് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പിരിഞ്ഞു നിൽക്കേണ്ടി വരും. ഇതിനൊരു ബദൽ സംവിധാനം എന്ന ചിന്തയിൽ നിന്നും ഉടലെടുത്ത ആശയമാണ് നോൺ റെസിഡൻഷ്യൽ ഹിഫ്ള് സ്ഥാപനം. കേനമത്താണി ശാഖ ഇത് ഏറ്റെടുത്ത് ആരംഭിക്കുമ്പോൾ പല വെല്ലുവിളികളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ സഹായവും ഫضലും ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും 4ാമത്തെയും 5ാമത്തെയും ഹാഫിളുകൾ അൽഹംദുലില്ലാ പുറത്തിറങ്ങുകയാണ്. ഇന്ന് നമ്മുടെ 2 മക്കളാണ് ഇവിടെ വെച്ച് അവരുടെ ഹിഫ്ള് പൂർത്തീകരിക്കുന്നത്. ഈ മഹനീയ സദസ്സിന് തുടക്കം കുറിക്കുമ്പോൾ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുവാനായി ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേയുള്ള അധ്യാപകനും ഇതിൻ്റെ എല്ലാമുമായ അൽ ഹാഫിദ് അൻഫാൽ സലഫിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്കൂൾ ഓഫ് ഹിഫ്ളുൽ ഖുർആൻ കേരളത്തിൽ ഒരുപാട് ഹിഫ്ള് സ്ഥാപനങ്ങളുള്ളതിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഹിഫ്ള് പഠന സ്ഥാപനമാണ്. കുട്ടികൾക്ക് വീടുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഹിഫ്ള് പഠിപ്പിക്കണം എന്ന ആശയത്തിന്മേലാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും കൂടിയാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹിഫ്ള് പഠിക്കുന്നത്. അൽഹംദുലില്ലാ, അതിൽ നേരത്തെ പറഞ്ഞതുപോലെ 4ാമതും 5ാമതും ഹാഫിളാകുന്ന വിദ്യാർത്ഥികളാണ് സ്റ്റേജിലിരിക്കുന്ന ഹംദാൻ ബിൻ റഫീഖും അബ്ദുൽ ആദിലും. ഏറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ളൊരു വേദിയിൽ വച്ച് തന്നെ അവരെ ഹിഫ്ള് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. എൻ്റെ കർത്തവ്യം നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. മഹനീയമായ ഒരു സദസ്സാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ദിക്റ് ചൊല്ലുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണ്. അള്ളാഹു വിശ്വാസികളെ ഓർക്കുന്ന ഒരു സദസ്സാണ്. അള്ളാഹുവിൻ്റെ അഹ്ലുകാരായിട്ടുള്ള, കുടുംബക്കാരായിട്ടുള്ള ഹിഫ്ള് പഠിക്കുന്ന ആളുകളുടെ ഒരു സദസ്സാണ്. അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിക്കൊണ്ട് ഈ ഒരു സദസ്സിൽ ഹിഫ്ള് പൂർത്തീകരിക്കുന്ന ഹംദാനിനെയും അതുപോലെ തന്നെ അബ്ദുൽ ആദിലിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ എച്ച് മുഹമ്മദ് ബാബു സേട്ട്, അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് വേണ്ടി ഇന്ന് പ്രഭാഷണം നടത്തുന്ന സലാഹുദ്ദീൻ ചുഴലി മൗലവിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാർക്കും മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കുമെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കാക്കനാട് മേഖലയിലെ അത്താണി സലഫി മസ്ജിദിൽ വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ പള്ളി സ്ഥാപിക്കുന്നതിനും ഈ സ്ഥാപനം ഇതേ രീതിയിൽ പരിവർത്തിപ്പിച്ചെടുത്ത് ഖുർആൻ പഠനത്തിനുള്ള സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനും പരിശ്രമിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഈ ഗ്രന്ഥം മുത്തക്കീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഹിഫ്ള് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ സമൂഹത്തിന് മാതൃക കാണിക്കുന്ന മുത്തക്കീങ്ങളായി വളരാൻ ഇതിൽ ഈ ഹിഫ്ള് പഠിച്ച കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി
എച്ച് ഇ മുഹമ്മദ് ബാബു സേട്ട് അവരെ ക്ഷണിക്കുന്നു. വാഹിർദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സാലിഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. പ്രിയമുള്ള സഹോദരൻ സഗീർ സാഹിബ്, അധ്യക്ഷൻ, ബഹുമാന്യനായ പണ്ഡിതൻ ജനാബ് സലാഹുദ്ദീൻ ചൊല്ലി, ഹാഫിള് അൻഫാൽ സാഹിബ്, മറ്റ് പ്രവർത്തകന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ്റെ പ്രചരണം നമുക്ക് നടത്തുവാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും നടത്തൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ലഭിക്കേണ്ട ഒരു നല്ല സംരംഭമാണിത്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹാഫിളുമാർ വളരെയധികമുണ്ട്. നമുക്കൊക്കെ മനസ്സിലാക്കിയതുപോലെ ഓരോ സ്ഥലത്ത് വെച്ചും ഈ ഹാഫിളുമാരുടെ ഓത്തുകൾ നടത്തുന്ന പല അന്തർദേശീയ തലത്തിലുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. റിയാദും സൗദി അറേബ്യയിലെ പല സ്ഥലങ്ങളിലും കുവൈത്തിലും അതുപോലെ തന്നെ മലേഷ്യയിലുമൊക്കെ ഇതിൻ്റെ വളരെ സജീവമായ പ്രവർത്തനമുണ്ട്. നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹിഫ്ള് പഠിച്ച കുട്ടികൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ എറണാകുളം ജില്ലയിൽ തന്നെ നമ്മുടെ ദാറുൽ ഉലൂം അക്കാഡമിയോടനുബന്ധിച്ച് ഒരു ഹിഫ്ള് കോഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. കത്തിരക്കടവിൽ കുറേ നാളുകളായി എൻ്റെ ഹിഫ്ള് കോഴ്സ് നടക്കുന്നുണ്ട്. അതുപോലെ യത്താനിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനവിടെ പോയിരുന്നു. അത് നന്നായിട്ട് തന്നെ നമ്മുടെ അൻഫാൽ സാഹിബ് വളരെ താല്പര്യമെടുത്തുകൊണ്ട് നോൺ റെസിഡൻഷ്യലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. സാധാരണ പുതുകുട്ടികളെ പുറത്തേക്ക് വിടാറില്ല, അവരവിടെ തന്നെ കൂടണമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലുമുള്ള നിയമം. പക്ഷെ അതിന് വിപരീതമായി അതൊരു നോൺ റെസിഡൻഷ്യലായി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പഠിപ്പിച്ച് അഞ്ചാമത്തെ കുട്ടി അല്ലെങ്കിൽ 4ഉം 5ഉം ഉള്ള കുട്ടികളിവിടെ ഇന്ന് പുറത്തിറങ്ങുന്നു. വലിയൊരു സന്തോഷകരമായ അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ വലിയൊരു ബാധ്യതയാണിത്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ അയച്ച അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ അവർ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. സ്വന്തം കുട്ടികളെ ഹിഫ്ള് പഠിക്കാനായി അവർ ഈ സ്ഥാപനത്തിലേക്ക് വിട്ടു. അതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവരെ ഹാഫിളന്മാരാക്കി മാറ്റി. വലിയൊരു സംഗതിയാണ് ചെയ്തത്. ഹാഫിൾമാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം നേട്ടങ്ങളും വളരെയധികം പ്രതിഫലവുമുണ്ടെന്ന് പ്രവാചകൻ അറിയിച്ചതാണ്. പ്രത്യേകിച്ച് മഹ്ശറയിൽ വെച്ച് അവരെ അല്ലാഹു തആല തീർച്ചയായും വലിയ രീതിയിൽ തന്നെ അനുമോദിക്കുമെന്നാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് വലിയൊരു ദീനി ഉത്തരവാദിത്തമാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്,
കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ ഉസ്താനി സാഹിബ്, അദ്ദേഹം റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അർത്ഥവും കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിൽ പഠിപ്പിച്ചാൽ ഒരു മാറ്റം അവർക്കുണ്ടാകും. അതാണ് എൻ്റെ ഒരു ശരിയായ വശം. നമ്മളിങ്ങനെ കുറേ ഓതി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം വേണ്ടത്ര ഗ്രഹിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഖുർആൻ ഓതൽ പുണ്യമാണ്. അതിൻ്റെ ഓരോ ഹിഫ്ദ് ഓതിയാലും എനിക്ക് വളരെയധികം പുണ്യമുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ വളരെ വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വലിയൊരു ദുരന്തം, ഖുർആൻ ഓതുന്ന പലരും ശരിയായ വിധത്തിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പലരുടെയും ധാരണ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പണ്ട് കാലത്തൊക്കെ അത് വളരെ നടന്നിരുന്നു. മരണപ്പെട്ടവരുടെ അടുത്തിരുന്നിട്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ യാസീൻ സൂറത്ത് ഓതുന്നത്. അതാണ് ഖുർആനുമായിട്ട് ജനങ്ങൾക്കുണ്ടായിരുന്നൊരു കാര്യപ്പെട്ട ബന്ധം. മരിച്ച വ്യക്തിയുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ നമ്മുടെ ഒരു ബാധ്യത പൂർത്തിയായി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതും സന്തോഷ വാർത്തയുമായിട്ടാണ് അവർക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എന്നറിയുമ്പോൾ അവരുടെ മരണശേഷം അവർക്ക് കിട്ടുന്ന പ്രതിഫലം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, അതെല്ലാം ഗൈബിയായ രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ വിശ്വസിക്കണം എന്നുള്ള പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ്റെ ആരംഭത്തിൽ തന്നെ അതാണ് പറയുന്നത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ലദീന യുമിനൂന ബിൽ ഗൈബി യുഖീമൂന സലാത്ത്. അങ്ങനെ തുടങ്ങുന്ന വാക്കിൽ ഗൈബിൽ വിശ്വസിക്കുന്നവർക്കാണ് പ്രാധാന്യം. ഏറ്റവും വലിയൊരു വിഷയം അതാണ്. നമ്മുടെ മുമ്പിൽ അദൃശ്യമായ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ ചില വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിൽ കാണാം. വയനാട് ദുരന്തം സംഭവിച്ചു. അപ്പോൾ സർവശക്തനായ ദൈവം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തടയുന്നില്ല, അല്ലെങ്കിൽ എന്തിനിങ്ങനെ ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ വരുത്തുന്നതൊക്കെ വികലമായ ചോദ്യങ്ങളാണ് ആൾക്കാരുടെ മനസ്സിൽ വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ആ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ വഴി തെറ്റിക്കാവുന്ന രീതിയിലുള്ള ഒരു വളരെ വികലവും വികൃതവുമായ ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്കെല്ലാം അറിയാം, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് സർവശക്തനായ ഏകനായ ഒരു ദൈവത്തിൻ്റെ കഴിവും അദ്ദേഹത്തിലുള്ള വിശ്വാസവുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ദൈവത്തെ കൂട്ടി അല്ലാതെ മറ്റ് പല ദൈവങ്ങളോടും ആരാധിച്ചു പോകുന്നൊരു സമ്പ്രദായം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇടതേട്ടം എന്നുള്ളൊരു കാര്യം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ദൈവത്തോട് പോയി റെക്കമെൻഡ് ചെയ്യാൻ ആരോടും പറയുന്നില്ല. പ്രവാചകന് കൊടുത്തൊരു മഹത്തായ ഒരു കാര്യമാണ് വസീല എന്നുള്ളത്. അതും പരലോകത്ത് വെച്ച് കിട്ടാവുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസീല എന്നുള്ളൊരു വലിയൊരു പദവി കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ട്. അത് കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾക്കും കൂടി അതിൻ്റെ പ്രയോജനം കിട്ടാൻ വേണ്ടി നമ്മളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതല്ലാതെ മറ്റേതെങ്കിലും ബാഹ്യ ശക്തികളോട് ആരാധിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. പക്ഷേ ഖുർആൻ പഠിക്കുന്നവർ തന്നെ ഖുർആൻ പഠിച്ചെന്ന് ധാരാളം പേര് പറയുന്നുണ്ട്. ഖുർആനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ആൾക്കാർ പോലുമുണ്ട്. പക്ഷേ അവസാനം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഖബറിടങ്ങളിൽ പോയി, അതല്ലെങ്കിൽ മൺമറിഞ്ഞ ആൾക്കാരോട് പോയി പ്രാർത്ഥിക്കുന്ന വളരെ ദയനീയമായൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും മക്ബറകൾ കെട്ടിപ്പൊക്കി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ചെന്ന് അവരുടെ സഹായം കൊണ്ട് പ്രാർത്ഥന നടത്തുന്നത്. അജ്മീറിലൊക്കെ ഒരു ഉറൂസ് നടത്തണമെങ്കിൽ റജബ് മാസം തുടങ്ങിയാൽ 8-10 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരവിടെ ചെന്ന് ആ ഷെയ്ഖിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. മരണപ്പെട്ടു പോയ ഒരു മഹാനായൊരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. അത് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് വിവരമൊന്നും നമ്മുടെ അടുത്തില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യം. അതിന് പകരം അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹുലേക്ക് നമുക്ക് വേണ്ടി ഒരു ഇടത്തേട്ടം അതല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത വലിയൊരു പാപമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു ശിർക്ക് ചെയ്താൽ പിന്നെ രക്ഷയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസ്ഥ നരകത്തിലാണ്. അതുകൊണ്ടാണ് ഒരു കാലത്തും ശിർക്കിൻ്റെ ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും നമുക്ക് പോകാൻ പാടില്ല എന്ന് ശക്തമായ രീതിയിൽ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ നമ്മളോട് ഉപദേശിക്കുന്നു. അപ്പോൾ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഖുർആൻ പഠനങ്ങളൊക്കെ നടത്തുന്നത്. ഖുർആൻ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. കാരണം പഠിച്ചോൻ തന്നെ പറഞ്ഞു ഖുർആൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാം. പക്ഷേ ആ പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് നോക്കണം. ഒരാളൊരു സംഗതി പഠിച്ചാൽ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലായിരിക്കണം അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ അതിൽ മായം ചേർത്തും വെള്ളം ചേർത്തും ഒക്കെ നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ശരിയായ എഫക്റ്റ് കിട്ടില്ല. നല്ല ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് മായം ചേർന്ന ഭക്ഷണം ആണ് എങ്കിൽ നമ്മൾ ഒരിക്കലും അത് സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ശരിയായ വിവക്ഷ പഠിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിൻ്റെ അകത്തേക്ക് കയറ്റി വിടാൻ നോക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി അംഗീകരിക്കാനുള്ളൊരു നല്ല മനസ്ഥിതി നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രയോജനം ഇതുകൊണ്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ബഹുമാനീയരായ 2 കുട്ടികൾ ഇവിടെ പേര് സൂചിപ്പിച്ചതുപോലെ അവർ 2 പേരും ഹാഫിദുകളായി. ശരിക്കും വളരെ വലിയൊരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കി എന്നുള്ള മാത്രമല്ല, അവർ ഈ സമൂഹത്തിലേക്ക് ഇനി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇവിടെ തെറ്റിൻ്റെ വശം കണ്ടാൽ അവരവിടെ ചെന്ന് ചൂണ്ടിക്കാട്ടണം. അപ്പോൾ ഖുർആനിലൊരു അർത്ഥം തെറ്റ് വന്നാൽ തീർച്ചയായിട്ടും അവർ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും ഒരു വാക്ക് നമ്മളിപ്പോൾ ഓതിയിട്ട് തെറ്റിപ്പോയാൽ ഇവിടെ ഇരിക്കുന്ന ഹാഫിലിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരുത്താൻ പറ്റും. അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന എന്തെല്ലാം ദുർമാർഗകരമായ പ്രവർത്തനങ്ങളുണ്ടോ അതിന് തിരുത്താനുള്ള ഒരു നല്ല മനസ്സ് കൂടി അവരുടെ മനസ്സിലുണ്ടാകണം. എന്നാലേ നമ്മൾ ഈ പഠിച്ചുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. ഖുർആൻ പഠിക്കുക എന്നുള്ളത് നമ്മൾ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയോ ഒരു ആഘോഷത്തിന് വേണ്ടിയോ നടത്തുന്ന പരിപാടിയല്ല. ഇവിടെ പഠിച്ച കുട്ടികൾ സമൂഹത്തിൻ്റെ നേതാക്കന്മാരാണ്, സമൂഹത്തിൻ്റെ പ്രവർത്തകന്മാരാണ്, ഇനി സമൂഹത്തെ നയിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ തൊട്ടടുത്ത് ധാരാളം തിന്മകൾ നടക്കും. എന്തെല്ലാമോ ഖുർആൻ്റെ പേരിൽ തന്നെയാണ് പലതും ചെയ്യുന്നത്. മൗലൂദുകളും റാത്തീബുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കിയാൽ നമുക്കറിയാം വ്യക്തമായിട്ട്. ഒരിക്കലും അതൊന്നും ഇസ്ലാമികമായി തൗഹീദിൻ്റെ കാര്യത്തിൽ യോജിക്കുന്നതല്ല. തൗഹീദുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും ടൈറ്റിൽ ഉള്ള ആൾക്കാരും തലപ്പാവും തൊപ്പിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പറഞ്ഞതെന്നുള്ള ധാരണ ഉണ്ടാവും. അങ്ങനെ ആയിക്കൂടാ. നമ്മളത് പഠിക്കണം. ആര് പറഞ്ഞാലും പണ്ട് കാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ആളെ നോക്കാതെ തെളിവ് നോക്കി സ്വീകരിക്കുക. ആ ഒരു നയത്തിലേക്ക് മുന്നോട്ട് വരാൻ ഈ കുട്ടികളും തയ്യാറായാൽ ഈ സമൂഹം
ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകും. അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടുന്നത്. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരെ ആദരിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം, ഭാവിയിൽ കുറേ കൂടി അവർക്ക് പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവരെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല. അപ്പോൾ അവർ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് അത് ഉപദേശിച്ച് അവരെ നന്നാക്കുകയും ചെയ്യേണ്ട ചുമതലയുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനൊക്കെ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് നല്ല ഉണർത്തലുണ്ടാവണം. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന സലാഹുദ്ദീൻ സാഹിബ് വളരെ ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാപ്പ സുഹൈലി അബ്ദുല്ല മൊലി സാഹിബ് എല്ലാ ദിവസങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സമൂഹത്തിൻ്റെ ഇത്തരം തോന്നിയാസത്തിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങളൊക്കെ പഠിച്ച് പല സ്ഥലത്തും പോയി അദ്ദേഹം അത് കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയും. ആ തുറന്നു പറയാനുള്ളൊരു മാനസിക അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു വലിയ സംഗതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് നമ്മൾ ആദരവ് കൊടുക്കുകയാണ്, അവരുടെ മാതാപിതാക്കൾക്ക് ആദരവ് കൊടുക്കുകയാണ്, അവരോട് നമുക്കുള്ള കടപ്പാട് അറിയിക്കുന്നു. ഈ കുട്ടികളെ അതേ രീതിയിൽ ഇപ്പോൾ പഠിച്ച കുട്ടികളാക്കി കൂടുതൽ നല്ല സമൂഹത്തിൻ്റെ മാതൃകാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരാൻ ഇതിൻ്റെ രക്ഷിതാക്കൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. അതുപോലെ ഇനിയും കൂടുതൽ കുട്ടികൾ ഇവിടെ ചേരാനും ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറാനും, പ്രത്യേകിച്ച് അത്താണി ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ മുസ്ലിം ഫാമിലീസൊക്കെ ഉള്ള സ്ഥലമാണിത്. അത് കാക്കനാട് പ്രദേശങ്ങളിൽപ്പെട്ട കുറേ അധികം ആൾക്കാരവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ലാഹു തആല ഒരു സാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ. ഈ കുട്ടികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഇതിനുവേണ്ടി പ്രയത്നിച്ച ഉസ്താദന്മാർക്കും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഖൈറൻ എച്ച് മുഹമ്മദ് ബാബു സേഠ് സാഹിബ്. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഹിഫ്ള് പഠനം പൂർത്തീകരിക്കുവാൻ പോകുന്ന നമ്മുടെ 2 മക്കൾ തങ്ങളുടെ അവസാന പുതിയ പാഠം അവരുടെ ഉസ്താദ് ഹാഫിദ് അൻഫാൽ സലഫിക്ക് ഓതിക്കൊടുക്കുകയാണ്. ഇങ്ങനെയൊരു ദിവസം ഓരോ ഹിഫ്ള് വിദ്യാർത്ഥികളുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. ഖുർആനിൻ്റെ ഹാഫിളീങ്ങൾ ഏറ്റവും അധികം ഓർക്കുക ഇനി ഓതാൻ പോകുന്ന വചനങ്ങളായിരിക്കും. ഈ അസുലഭ നിമിഷത്തിന് സാക്ഷികളാകുവാനാണ് നാം ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായി തൻ്റെ അവസാനത്തെ പുതിയ പാഠം തൻ്റെ ഉസ്താദിന് ഓതിക്കൊടുക്കുന്നത് അബ്ദുൽ ആദിൽ ബിൻ അബ്ദുള്ള. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون إلى ما كنتم تعملون هذا كتابنا ينطق عليكم بالحق إنا كنا نستنخس ما كنتم تعملون فأما الذين آمنوا وعملوا الصالحات سيدخلهم ربهم في رحمته ذلك هو الفوز المبين وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. മാഷാ അല്ലാ, മബ്രൂക്ക്. അടുത്തത് ഹംദാൻ ബിൻ റഫീഖ് തൻ്റെ ഹിഫ്ള് പഠന യാത്രയിലെ അവസാനത്തെ പുതിയ പാഠം തൻ്റെ ഉസ്താദിന് ഓതിക്കൊടുക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين. وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتهم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستغتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. മാഷാ അല്ലാ, മബ്രൂക്ക് ഹംദാൻ. അള്ളാഹുവിൻ്റെ ഖുർആനിനെ പൂർണ്ണമായി പരിഗണിക്കുകയും തൻ്റെ ഹൃദയത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നിടത്തോളം ആ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകും ബിഇദ്നില്ല. ഇനിയും ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവിട്ടതിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഇന്നലകൾ ഇവർക്ക് കയ്പ് നിറഞ്ഞതായിരുന്നു. ഇന്ന് ഇവർ രണ്ടുപേരും നമുക്ക് കൺകുളിർമയായി. ഇവരുടെ ത്യാഗത്തെ നമുക്ക് ആദരിക്കാം. ഇവർക്കുള്ള പാരിതോഷികങ്ങൾ കൈമാറാനുള്ള സമയമാണ്. അൽ ഹാഫിദ് അബ്ദുല്ലാദിൽ ഇബ്ൻ അബ്ദുള്ള അദ്ദേഹത്തിന് നമ്മുടെ മുഖ്യാതിഥി എച്ച് മുഹമ്മദ് ബാബു സേട്ട് അവർകൾ മെമൻഡോ കൈമാറുന്നതാണ്. قرآني في قلبي دوما يغمرني
يغمرني من فيض ضياء آيات المولى تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد نلت منايا وبختم كتابك أرقى بشراك يا حافظة القرآن حين تنالي من رب الرضوان. അടുത്തത് അൽ ഹാഫിദ് ഹംദാൻ ബിൻ റഫീഖ്. لك ارقي أعلى جنان في يوم تشخص فيه العينان قرآني في قلبي دوما يغمرني من فيض ضياء. അടുത്തതായി KNM കാക്കനാട് മണ്ഡലത്തിൻ്റെ സമ്മാനം ഇവർക്ക് രണ്ടുപേർക്കും നൽകുന്നത് KNM കാക്കനാട് മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് സഗീർ കാക്കനാട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. يا ربي قد نلت منايا وبختم كتابك أرقى ഹംദാൻ ബിൻ റഫീഖ്. كتابك أرقى يا أهل الحفاظ أطلوا لتحيوا خير الأبناء من حفظوا القرآن وصار ഹാഫിദ് അബ്ദുൽ ആദിൽ. نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء. അടുത്തത് ISM കാക്കനാട് മണ്ഡലം പാരിതോഷികം അൽ ഹാഫിദ് ഹംദാന് നൽകുന്നത് കാക്കനാട് മണ്ഡലം സെക്രട്ടറി ബാബു. وفق من جاءك يسعى نور على مر الزمان تألقا وأضاء للدنيا طريقا അൽ ഹാഫിദ് അബ്ദുൽ ആദിൽ. مشرقا وهدى من الرحمن يهدينا به للصالحات وللمكارم والتقى نور على مر الزمان. MSM കാക്കനാട് മണ്ഡലത്തിന്റെ ഗിഫ്റ്റ് നൽകുന്നത് മുഹമ്മദ് അമൽ കാക്കനാട്. من الرحمن يهدينا به للصالحات ഹംദാൻ ബിൻ റഫീഖ്. وللمكارم والتقى هذا كتاب الله أعذب منهل أنعم به من مورد അബ്ദുൽ ആദിൽ. قد صانه رب العباد بحفظه وحماه حتى لا يضيع. അടുത്തതായി സ്കൂൾ ഓഫ് ഹഫ്ദുൽ ഖുർആനിന്റെ ഗിഫ്റ്റ് ഹംദാന് നൽകുന്നത് അബ്ദുസ്സലാം KK. فبدا وضيئا كالنجوم تألقا وتمثل القرآن في أخلاقه وفعاله فيه الفؤاد تعلقا وتلاه في جنح الدجى متدبرا والدمع من بين الجفون ترقرقا هذه صفات الحافظين അത്താണി സലഫി മസ്ജിദിന്റെ ഗിഫ്റ്റ് കൈമാറുവാൻ അലിയാർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു സ്റ്റേജിലേക്ക്. ഗിഫ്റ്റ് സ്വീകരിക്കുവാൻ ഹംദാൻ. فالكل أنصت للتلاوة مطرقا يا حافظ القرآن لست بحافظ حتى تكون لما حفظت مطبقا. അടുത്തത് ഈ രണ്ട് മക്കളുടെ പ്രിയ ഉസ്താദ് അബ്ദുൽ ആദിൽ. ഇവരുടെ പ്രിയ ഉസ്താദ് ഹാഫിദ് അൻഫാൽ സലഫി ഇവർക്കുള്ള പാരിതോഷികം കൈമാറുകയാണ് ഹംദാൻ. حتى نزيل تناحرا وتفرقا ولتجعليه محكما في أمرنا وثقي بوعد
ഹിഫ്ദുൽ ഖുർആനിൻ്റെ സെക്രട്ടറി മുനീസുക്ക ഗിഫ്റ്റ് നൽകുന്നു. വാങ്ങുന്നതിന് വേണ്ടി ഹംദാനെ ക്ഷണിക്കുന്നു. يا بلبل الأغصان غرد مدى الأزمان عن أهل وحي الله عن حملة القرآن. في عالم الإنسان كل له ميدان وليس أعلى شان من حملة القرآن. في عالم الإنسان كل له അടുത്തത് ميدان ഹംദാൻ ബിൻ റഫീഖിൻ്റെ ഉപ്പ റഫീഖ് സാഹിബ് ഹംദാനുള്ള ഗിഫ്റ്റ് കൊടുക്കുവാൻ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. صدورهم سكنى سرورهم لقيا حياتهم قرآن أصواتهم مسرى صدورهم سكنى അബ്ദുല്ലാദിലിൻ്റെ ഗിഫ്റ്റ് കൈമാറുവാനായി അബ്ദുല്ലാദിൻ്റെ ഉപ്പ അബ്ദുള്ള സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. تدارسوا معنا تدبروا مغزاه واستعذبوا التحليل في جنة القرآن. تدارسوا معنا ഹംദാൻ്റെ ഫാമിലിയിൽ നിന്നുള്ള مغزاه واستعذبوا التحليل في جنة القرآن. ഹംദാൻ്റെ ഫാമിലിയിൽ നിന്നുള്ള 2 പേര് ഹംദാന് ഗിഫ്റ്റ് കൊടുക്കാൻ, ഹംദാൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ക്ഷണിക്കുകയാണ്. في طيبة القرآن تذكروا جبريل يهل بالتنزيل والمصطفى يتلو في طيبة القرآن. في صحبة الأبرار وصفوة الأخيار من حولهم أنوار فاضت من القرآن. في صحبة الأبرار وصفوة الأخيار من حولهم أنوار فاضت من القرآن. صدور فاض وعطر كل لسان وهنا حلقات الصديق قلب ينبض بالقرآن وهنا حلقات അൽഹംദുലില്ലാ. الصديق قلب ينبض അടുത്തതായി ഈ മക്കളുടെ ഹിഫ്ള് പൂർത്തീകരിച്ച മക്കളുടെ മാതാപിതാക്കൾ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ ഈ മക്കളെ ഹാഫിളീങ്ങളാക്കാനുള്ള പരിശ്രമം നടത്തിയത്. അവരുടെ ത്യാഗമനസ്കതയും അർപ്പണവും നമുക്ക് ചെറുതായി കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ അഹ്ലുകാരുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം നൽകിയ താജുൽ കിറാം മനോഹരമായ ഉടയാടകളെല്ലാം നാം അവിടെ പ്രതീക്ഷിക്കുമ്പോൾ ആ ഒരു ബഹുമാന്യ മാതാപിതാക്കളെ നമുക്കിവിടെ ആദരിക്കാം. ഈ മെമൻറ്റോ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അബു ഹംദാൻ, ഉമ്മു ഹംദാൻ എന്നിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ മെമൻറ്റോ കൈമാറുന്നത് അവരുടെ മക്കൾ തന്നെയാണ്. മനോഹരമായ ഈ നിമിഷത്തിന് നാം ഓരോരുത്തരും സാക്ഷികളാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മനസ്സുകളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതെല്ലാം ശരിക്കും നമുക്ക് അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. അടുത്തത് അബു അബ്ദുൽ ആദിൽ, ഉമ്മു അബ്ദുൽ ആദിൽ ഇവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർക്ക് മൊമെന്റോ കൈമാറുന്നത് അൽ ഹാഫിൽ അബ്ദുൽ ആദിൽ ബിൻ അബ്ദുള്ള. അൽഹംദുലില്ലാ. നമ്മുടെ ഈ സ്ഥാപനത്തെ തുടക്കം മുതലേ തന്നെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ മക്കളെ തനതായ ശൈലിയിൽ ഖുർആനിലേക്ക് വഴിതിരിച്ചു വിടുകയും ഒരു മാനസിക വിഷമവും അനുഭവിപ്പിക്കാതെ ഒരു കൂട്ടുകാരനെ പോലെ അവരെ സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ അധ്യാപകൻ അൽ ഹാഫിൽ മുഹമ്മദ് അൻഫാൽ സലഫി, അദ്ദേഹത്തിന്
സ്കൂൾ ഓഫ് ഹിഫ്ദുൽ ഖുർആനിൻ്റെ ഭാഗത്തു നിന്നും മൊമെൻ്റോ നൽകി ആദരിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് മൊമെൻ്റോ നൽകി ആദരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ സലാഹുദ്ദീൻ മൗലവി ചുഴലി സാഹിബാണ്. ഗിഫ്റ്റ് വാങ്ങിക്കുവാൻ ഹാഫിദ് അൻഫാൽ സലഫിയെ ക്ഷണിക്കുന്നു. ഹാഫിദ് അൻഫാൽ സലഫിക്ക് പാരിതോഷികം കൈമാറുന്നു. ഹംദാൻ ബിൻ റഫീഖ് തൻ്റെ ഉസ്താദിന് പാരിതോഷികം കൈമാറുക. അടുത്തതായി നമ്മുടെ ഹിഫ്ള് സ്ഥാപനത്തിൽ നിന്നും ഇതിനു മുമ്പ് 3 പേരാണ് ഹാഫിളീങ്ങളായിട്ടുള്ളത്. ആദ്യമായി ഹിഫ്ള് പഠനം പൂർത്തീകരിച്ചത് അൽ ഹാഫിദ് ഇമ്രാൻ ബിൻ ഇസ്മായിലാണ്. ഇമ്രാനെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. മൊമെൻ്റോ നൽകി അൽ ഹാഫിദ് ഇമ്രാൻ ബിൻ ഇസ്മായിൽ മൊമെൻ്റോ സ്വീകരിക്കാൻ മുന്നോട്ട് വരിക. മൊമെൻ്റോ കൈമാറുന്നത് എച്ച് മുഹമ്മദ് ബാബു സേട്ട് അവർകളാണ്. അടുത്തതായി സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങുകയും ഉടനെ തന്നെ സ്വലാഹി ബിരുദം നേടുകയും ചെറുപ്രായത്തിൽ തന്നെ ഖുതുബ നിർവഹിക്കുകയും ചെയ്യുന്ന അസർ ബിൻ ഇസ്മായിൽ, അൽ ഹാഫിൽ അസർ ബിൻ ഇസ്മായിൽ, അദ്ദേഹത്തിന് മൊമെൻ്റോ നൽകി ആദരിക്കുകയാണ്. ബാബു സേട്ട് അവർകൾ. അടുത്തത് അൽ ഹാഫിൽ യൂസുഫുൽ ഇസ്ലാം. ചിലരെങ്കിലും പറയാറുണ്ട് ഹിഫ്ള് പഠിക്കുമ്പോൾ ഭൗതിക പഠനം പാടെ നഷ്ടപ്പെടും എന്ന്. എന്നാൽ ഖുർആൻ മനുഷ്യബുദ്ധിയെ വികസിപ്പിക്കുകയാണ് ചെയ്യുക. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ശേഷം SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടിയ യൂസുഫുൽ ഇസ്ലാം. അദ്ദേഹത്തിന് മൊമെൻ്റോ നൽകി ആദരിക്കുന്നു. ഇനി നമ്മുടെ സ്കൂൾ ഓഫ് ഹിഫ്ദുൽ ഖുർആനിൽ കഴിഞ്ഞ വർഷം കൂടുതൽ ദിവസങ്ങൾ പ്രസൻ്റായ, ഏറ്റവും കുറഞ്ഞ ആബ്സെൻ്റുള്ള കുട്ടികളുടെ സമ്മാനം അൽ ഹാഫിദ് ഹംദാൻ ബിൻ റഫീഖാണ് ആ സമ്മാനത്തിന് അർഹനായത്. അദ്ദേഹത്തിന് സമ്മാനം കൈമാറുന്നത് സഗീർ കാക്കനാട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൂടുതൽ ജുസു പഠിച്ച വിദ്യാർത്ഥി, അതിൻ്റെ ക്രെഡിറ്റ് അഹമ്മദ് സയ്യിദിനാണ്. അഹമ്മദ് സയ്യിദ് സ്റ്റേജിലേക്ക് വരിക. പാരിതോഷികം കൈമാറുന്നത് അബ്ദുസ്സലാം സാഹിബാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്നാൻ MA. പാരിതോഷികം കൈമാറുന്നത് അബ്ദുസ്സലാം സാഹിബാണ്. സമ്മാനദാനം ഇവിടെ അവസാനിക്കുകയാണ്.